ഹലോ ഫ്രണ്ട്സ്, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര USA ഫ്ലോറിഡയിലുള്ള പെൻസക്കോള ബീച്ചിലേക്കാണ്. എന്നാൽ നമുക്ക് ഈ ബീച്ചിലെ കാഴ്ചകളൊക്കെ കണ്ട് ഒന്ന് ആസ്വദിച്ചു വന്നാലോ? ഞങ്ങളുടെ യാത്ര ടെക്സസിലെ ഹ്യൂസ്റ്റണിൽ നിന്ന് റോഡ് മാർഗമായിരുന്നു. ബൈ റോഡിൽ ഹ്യൂസ്റ്റണിൽ നിന്ന് പെൻസക്കോള ബീച്ചിലേക്ക് ഡയറക്റ്റ് പോയാൽ ഒരു 10 മണിക്കൂർ വേണം. ഞങ്ങൾ വഴിയിൽ ഒരു ദിവസം തങ്ങി ലൂസിയാന സ്റ്റേറ്റിലെ ന്യൂ ഓർലിയൻസ്. അവിടെ നിന്ന് പിറ്റേന്ന് ആണ് ഈ ബീച്ചിലേക്ക് പോയത്. ഇതാണ് ഫ്ലോറിഡയിലെ പെൻസക്കോള ബീച്ച്. ഈ ബീച്ച് സ്ഥിതി ചെയ്യുന്നത് ഗൾഫ് ഓഫ് മെക്സിക്കോയിൻ്റെ തീരത്താണ്. ഗൾഫ് ഓഫ് മെക്സിക്കോയിനെ ഇപ്പോഴറിയപ്പെടുന്നത് ഗൾഫ് ഓഫ് അമേരിക്ക എന്നാണ്. ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. വളരെ മനോഹരമായിട്ടുള്ള വ്യൂസാണ് ഈ ബീച്ചിൻ്റേത്. നല്ല നീല നിറമുള്ള വെള്ളമാണ് ഈ കടലിലേത്. ഇവിടെയുള്ള പൂഴിയാണെങ്കിൽ വെള്ള കളറാണ്. കയ്യിലെടുത്ത് നോക്കിയാൽ അത് പഞ്ചസാരയുടെ കളർ പോലെ തോന്നും. ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഞാൻ എല്ലാ പ്രാവശ്യവും പറയുന്നത് പോലെ പുതുതായിട്ട് കാണുന്ന ഫ്രണ്ട്സ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇവിടങ്ങളിലൊക്കെ ബീച്ചിലേക്ക് വരുന്ന 99% ആൾക്കാരും വെള്ളത്തിലിറങ്ങിയിട്ട് നീന്തുകയും മറ്റും ചെയ്യും. നാട്ടിലെ പോലെയല്ല. നാട്ടിൽ സമുദ്രത്തിൻ്റെ കരയിൽ നിന്നിട്ട് മാത്രം നമ്മൾ അതിൻ്റെ വ്യൂസ് ആസ്വദിക്കുക മാത്രമല്ലേ ചെയ്യാറ്. ചിലപ്പോഴൊക്കെ കുറച്ച് ഭാഗം വെള്ളത്തിലേക്ക് ഇറങ്ങിയെന്നിരിക്കും. നല്ല രുചികരമായ വെറൈറ്റി ഫുഡ്സ് കിട്ടുന്ന ധാരാളം റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് ഇവിടെ. അതുകൂടാതെ കുറേയധികം ബാറുകളുമുണ്ട്. മിക്കവാറും എല്ലാ റെസ്റ്റോറൻറ്റിലും സീ ഫുഡ്സ് ധാരാളം കിട്ടും. പെൻസക്കോള ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ ഒരു 4-5 മണിക്കൂർ സമയം പോകുന്നത് അറിയുകയില്ല. ഇന്ന് ഞങ്ങൾ വന്നപ്പോൾ നല്ല വെയിലായിരുന്നു. എന്നിട്ടും ധാരാളം ആൾക്കാർ
ഇവിടെ തിങ്ങിക്കൂടിയിട്ടുണ്ടായിരുന്നു. നോക്കൂ, സാൻഡ് കണ്ടോ? നല്ല വൈറ്റ് കളറാണ്, പഞ്ചസാരയുടെ കളറ് തന്നെ. പെൻസക്കോള ബീച്ച് സ്ഥിതി ചെയ്യുന്നത് ഫ്ലോറിഡയിലെ എസ്കാംബിയ കൗണ്ടിയിൽ സാന്താ റോസ ഐലൻഡിലാണ്. 1474 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ഈ ബീച്ചിൻ്റെ നീളം 8 മൈൽസാണ്. 1/4 മൈല് വീതിയുമാണ്. നോക്കൂ, കുറച്ച് ഇരുട്ട് വ്യാപിക്കാൻ തുടങ്ങിയപ്പോൾ ഉള്ള സുന്ദരമായ കാഴ്ചകൾ. ഇപ്പോഴ് സമയം 8 മണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം എവിടെ കിട്ടുമെന്ന് അന്വേഷിച്ചിറങ്ങിയതാണ്. ഇവിടെ ഒരു കട കണ്ടു, ക്രാബ്സ്. അവിടെ നോക്കിയപ്പോൾ ഭയങ്കര തിരക്കാണ്, വെയിറ്റിങ്ങിലാണ്. ആൾക്കാർ പുറത്ത് വെയിറ്റ് ചെയ്യുന്നത് കണ്ടോ? ഞങ്ങൾ സീ ഫുഡ്സ് കിട്ടുന്ന റെസ്റ്റോറൻറ്റ്സ് നോക്കി ഇറങ്ങിയതാണ്. മിക്കവാറും എല്ലാ റെസ്റ്റോറൻറ്റ്സിലും സീ ഫുഡ്സ് കിട്ടുന്നുണ്ട്. അങ്ങനെ ഞങ്ങളൊരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചു. അവിടെ ബുക്ക് ചെയ്തു. ഒരു 3/4 മണിക്കൂർ നേരം വെയിറ്റിംഗ് ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ മുന്നിലോട്ടൊക്കെ ഒന്ന് നടന്ന് കാണാമെന്ന് വിചാരിച്ച് നടക്കാനിറങ്ങി. ഇതാ ഇവിടെയുള്ള ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് റെസ്റ്റോറൻറ്റിലേക്ക് പോയി. റെസ്റ്റോറൻറ്റിൻ്റെ പിൻഭാഗത്തായിട്ട് റെൻറ്റിന് ബോട്ടുകളും മറ്റും കിട്ടുന്ന ഒരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സ്ഥലമാണിത്. ഇവിടെ നിന്ന് ഇരുന്ന് സമുദ്രത്തിലെ രാത്രിയിലുള്ള കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഭക്ഷണം കഴിച്ച് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിലേക്ക് തിരിച്ചു. ഫ്രണ്ട്സ്, നമ്മുടെ യാത്രയുടെ മറ്റ് വിശേഷങ്ങളുമായിട്ട് ഒരു പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എൻ്റെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. ബൈ ബൈ, സീ യു സൂൺ.